ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് പവറേഷൻ ചാനലിൽ കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനും വചനം ധ്യാനിക്കാനും ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം ഷെഡ്യൂളുകൾക്കകത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. എല്ലാവരെയും ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചും കൊണ്ട് മുഖവരകൾക്ക് വിരാമം കുറിക്കുന്നു. വളരെ വേഗത്തിൽ നമ്മൾ വചനത്തിലേക്ക് ധ്യാനിക്കാൻ തുടങ്ങുന്നു. ഒരു കൂട്ടായ്മയുടെ കാതലായ ഭാഗം വചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. വചന ശുശ്രൂഷകൾക്കകത്ത്, വചനത്തിൻ്റെ പ്രസംഗങ്ങൾക്കകത്ത്, വചനത്തിൻ്റെ ധ്യാനങ്ങൾക്കകത്ത് സാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. മർക്കോസിൻ്റെ സുവിശേഷങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവസാന ഭാഗങ്ങൾ, അവസാന താളുകൾക്കകത്ത് പറഞ്ഞു നിർത്തുന്നൊരു വാക്കുണ്ട്: അവർ പ്രസംഗിച്ചും യേശു കൂടെ പ്രവർത്തിച്ചും കൊണ്ടിരുന്നു. ശിഷ്യന്മാർ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ ചലിക്കുന്നൊരു ദൈവകരമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയിരുന്നോ, ഏത് സാഹചര്യത്തിലിരുന്നോ കർത്താവിൻ്റെ വചനം കേൾക്കുന്നോ, ആ കേൾക്കുന്ന വചനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, കർത്താവിൻ്റെ മഹത്വമുണ്ട്. നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ ഞെരുങ്ങുന്ന എല്ലാ വിഷയത്തിനകത്തും കേൾക്കുന്ന വചനത്തിൻ്റെ പ്രവൃത്തിയും വചനത്തിൻ്റെ വിടുതലുകളും എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മുഖവരകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ സമയത്തെ വേദ ചിന്തകൾക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. ഈ 19-ാം അധ്യായം തുടങ്ങുമ്പോൾ സക്കായി എന്നൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഉയരത്തിൽ കുറവായൊരു മനുഷ്യൻ, ആ നാട്ടിൽ പ്രമാണിയായൊരു മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രമാണിയായൊരു മനുഷ്യൻ. ഇവിടെ വായിക്കുമ്പോൾ ധനവാനായ മനുഷ്യൻ, അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരു മനുഷ്യൻ, ഒത്തിരി സമ്പത്തുള്ള പ്രമാണിയായൊരു മനുഷ്യൻ, നാട്ടിലെല്ലാം അറിയപ്പെടുന്നൊരു മനുഷ്യൻ. ഒരിക്കൽ തൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ടായി യേശുവിനെ കാണാൻ. ആഗ്രഹം അകത്ത് പേറിയ സക്കായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് നമ്മൾ ഈ സമയം ധ്യാനിക്കാൻ പോകുന്നത്. സക്കായി എടുത്ത തീരുമാനങ്ങൾ, കർത്താവിനെ കാണാൻ താൻ തീരുമാനമെടുത്തു. അത് സക്കായിയുടെ ജീവിതത്തെ തിരുത്തുന്ന, തൻ്റെ ലൈഫിനെ പണിയുന്ന, തൻ്റെ ലൈഫിനെ വളർത്തുന്ന, സാഹചര്യത്തെ മാറ്റുന്ന ഒരു തീരുമാനമായിരുന്നു സക്കായി എടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജയിച്ചവരും പരാജയപ്പെട്ടവരുടെയും പുറകിൽ വലിയ ബലമുള്ള തീരുമാനമുണ്ട്. ജയിച്ചവർ പലരും അവരുടെ തീരുമാനത്തിൽ ജയിച്ചവരാണ്. പരാജയപ്പെട്ടു പോയ പലരും തീരുമാനത്തിൽ പരാജയപ്പെട്ടു പോയവരാണ്. 1000 വിജയകരമായി തീരുമാനമെടുത്ത് ജയിച്ചവർ, പക്ഷെ അവരുടെ തെറ്റായ ഒരു തീരുമാനം അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1000 പരാജയകരമായി തീരുമാനമെടുത്തു പോയവർ, അവർ 1000 തീരുമാനങ്ങൾ എടുത്തത് പരാജയമായിരുന്നു, പരാജയമായിരുന്നു. പക്ഷേ അവരുടെ ഒരു തീരുമാനം അവരെ ഭയങ്കര ജയത്തിനകത്തേക്ക് കൊണ്ടുപോയി. ജയത്തിൻ്റെയും പരാജയത്തിൻ്റെ പുറകിൽ ഒരു തീരുമാനമുണ്ട്. തെറ്റായി തീരുമാനമെടുത്ത്, തെറ്റായി ചുവടെടുത്ത് ആരെങ്കിലും വലയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു ഒരു നല്ല തീരുമാനമെടുക്കുവാൻ. ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുക. എത്ര തകർന്ന അനുഭവത്തിലാണെങ്കിലും ആ തീരുമാനം നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. എത്ര പരാജയപ്പെട്ട, ഉടഞ്ഞ തീരുമാനം എടുത്ത് പരാജയപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാമെങ്കിൽ ആ തീരുമാനം നിങ്ങളെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, വീഴ്ചയിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു തീരുമാനമായിരിക്കും നിങ്ങളെടുക്കുന്ന റൈറ്റ് ടൈമിലുള്ള തീരുമാനം. നിങ്ങളുടെ കുടുംബത്തിൽ ഭാവിയോർത്ത്, വിദ്യാഭ്യാസത്തെ സംബന്ധമായി, കുടുംബജീവിത സംബന്ധമായി, ബിസിനസ് സംബന്ധമായി എത്ര തെറ്റായ തീരുമാനമുണ്ടെങ്കിലും ഒരു നല്ല തീരുമാനമെടുക്കുവാൻ
ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. തീരുമാനത്തിൽ ജയിച്ചവരും തീരുമാനത്തിൽ പരാജയപ്പെട്ടു പോയവരും ബൈബിളിനകത്ത് ഒത്തിരി ആളുകളുണ്ട്. അനേകരും തകർന്നു കിടന്ന അനുഭവത്തിൽ നിന്ന് എടുത്തൊരു തീരുമാനമാണ് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയത്. തീരുമാനത്തെ രണ്ട് വാക്കുകൊണ്ട് രണ്ട് ഭാഗമായി നമ്മൾ തിരിക്കാൻ പോകും. ആദ്യത്തെ തീരുമാനം വിശുദ്ധിയോട് സംബന്ധമായ തീരുമാനം, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീരുമാനം. അതാണ് ആദ്യത്തെ തലക്കെട്ട്. ഒരു രാജ്യത്തെ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് ഒരു രാജ്യത്തെ പിടിച്ചടക്കും. ആ രാജ്യത്തെ മുഴുവൻ താൻ നിരോധിക്കുന്നു. അവിടെ വിലപിടിപ്പുള്ള ആലയത്തിലിരിക്കുന്ന പാത്രങ്ങളും മറ്റിത്യാദി സാധനങ്ങളും യഹോവ അവൻ്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു രാജ്യത്ത് നന്നെ താൻ നിരോധിച്ചിട്ട് താൻ മടങ്ങിപ്പോയിട്ട് തൻ്റെ ഭൃത്യന്മാരോട് അപേക്ഷിച്ചു, കൽപ്പിച്ചു. ആ രാജ്യത്ത്, യെരുശലേം എന്ന ഒരു രാജ്യത്ത്, കഴിവിലും നിറത്തിലും പൊക്കത്തിലും സകലത്തിലും ഒരു കുറവുമില്ലാത്ത നിപുണരായിരിക്കുന്നവരെ വിളിച്ചു കൊണ്ടുവരിക. അവരെ നമുക്ക് ഈ രാജകൊട്ടാരത്തിൽ നിർത്തി കൽദയരുടെ ഭാഷ പഠിപ്പിച്ച് നമുക്കിവിടെ വളർത്താം എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അനേകരെ വിളിച്ചു കൊണ്ടുവരുന്നു. അതിൽ 3 പേർ നമുക്ക് ശ്രദ്ധേയമാണ്. 3-4 പേർ അവിടെ ശ്രദ്ധേയമാണ്. വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ വരുന്നു. രാജാവിൻ്റെ പ്രഖ്യാപനം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, ഒന്നിനും കുറവുണ്ടാകരുത്, അവർക്ക് നന്നായി ട്രീറ്റ് ചെയ്യണം, നല്ല സമൃദ്ധിയോടെ നടത്തണം, അവരെ ഒരു മുട്ടും അവർക്ക് ഉണ്ടാക്കരുത്. സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ സകലതും കൊടുത്തു. രാജാവ് പറഞ്ഞു, രാജാവിൻ്റെ ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. 3 സംവത്സരം അവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അവർ നന്നായി വരും എന്നറിയാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം പ്രിയരെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ദാനിയേൽ എന്നൊരു ദൈവമനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? രാജാവിൻ്റെ ഭോജ്യം കൊണ്ടോ രാജാവിൻ്റെ വീഞ്ഞുകൾ കൊണ്ടോ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ലെന്ന്. തൻ്റെ അകത്തെടുത്തൊരു തീരുമാനം. രാജാവിൻ്റെ ഒരു അശുദ്ധിയായ ഒരു വസ്തുക്കൾ കൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കത്തില്ല, മലിനപ്പെടുത്തത്തില്ലെന്ന് താൻ ആ തീരുമാനമെടുത്തു. ഹൃദയത്തിൽ തീരുമാനിച്ചു, ഹൃദയത്തിൽ നിരൂപിച്ചു, ഹൃദയത്തിൽ ചിന്തിച്ചത് താൻ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്. രാജഭൃത്യനോട് പറയുന്നു, രാജഭൃത്യ, രാജാവിൻ്റെ ഭോജ്യങ്ങളും രാജാവിൻ്റെ വീഞ്ഞിനാലും ഞങ്ങൾ തന്നെത്താൻ അശുദ്ധരാക്കത്തില്ല. ആഹാരം തൻ്റെ ശരീരത്തിന് ആവശ്യമാണ്, തനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ കേൾക്കണം പ്രിയരെ, ആവശ്യമുള്ള കാര്യമായിട്ടും ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, രാജാവിൻ്റെ ആ അശുദ്ധി ഉള്ളത് കൊണ്ട് എൻ്റെ വിശുദ്ധിയുള്ള ശരീരത്തെ ഞാൻ അശുദ്ധനാക്കത്തില്ല. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവർ ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് വരണം. ആവശ്യം പലത് കാണും, സാമ്പത്തികപരമായി നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. പക്ഷേ തെറ്റായ ഒരു മാർഗത്തിൽ കൂടി ആവശ്യങ്ങളെ നിറവേറ്റരുത്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഉയർച്ച വേണമായിരിക്കും, പക്ഷെ തെറ്റായ ഒരു മാർഗത്തിൽ കൂടി അതിനെ മുൻപോട്ട് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ജോലിക്കകത്തൊരു ഉയർച്ച വേണമായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറണമായിരിക്കും. പക്ഷെ ഞാൻ ആത്മാവ് വിളിച്ചു പറയാം, തെറ്റായ ഒരു തീരുമാനത്താൽ ഒരിക്കലും നിങ്ങളത് പ്രാപിക്കരുത്. ആവശ്യങ്ങൾ പലത് കാണും, നിങ്ങൾക്ക് അത്യാവശ്യമായി പലത് കാണും. പക്ഷെ ഞാൻ ആത്മാവ് വിളിച്ചു പറയാം പ്രിയരെ, തെറ്റായൊരു തീരുമാനത്തിൽ കൂടി, തെറ്റായൊരു വഴിയിൽ കൂടി, തെറ്റായൊരു പ്രവൃത്തിയിൽ കൂടി ഒന്നും സമ്പാദിക്കരുത്, ഒന്നും നേടരുത്, ഒന്നും പ്രാപിക്കരുത്. ദാനിയേൽ എന്ന ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. വിശുദ്ധിയുടെ തീരുമാനമെടുക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് വരണം. അവർ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണം. അശുദ്ധമായത് ഒന്നുമായി ബന്ധമില്ലാത്ത, അശുദ്ധിയുമായിട്ട് ഒരു കൂട്ടുകെട്ടുമില്ലാത്ത, അശുദ്ധിയുമായിട്ട് ഒരു അടുപ്പവുമില്ലാത്ത, അശുദ്ധിയുള്ളത് പലതും ലോകത്തിൽ കാണും. അതിൻ്റെ ഇടയ്ക്ക് വില കൊടുത്ത് ജീവിക്കാൻ തുടങ്ങണം. ആവശ്യങ്ങൾ പലത് കാണും കേട്ടോ, സാഹചര്യങ്ങൾ മറിഞ്ഞു വരുമായിരിക്കും കേട്ടോ. പക്ഷേ കിട്ടിയ വെളിപ്പാടിൽ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കണം. എബ്രായ ലേഖനത്തിനകത്ത് അവസാന 11-ാം അധ്യായത്തിനകത്ത് പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ ലോകത്ത് അന്യരും
പരദേശികളുമാണ്. ഞങ്ങൾ ഈ ലോകത്ത് പാർക്കുന്നത് ലോകത്തോട് ബന്ധമില്ലാതെയാണ്. ഞങ്ങൾ പാർക്കുന്നത് ഈ നാട്ടിലാണ്, ഈ ദേശത്താണ്. പക്ഷേ ഇവിടെ പാർക്കുമ്പോൾ ഞങ്ങൾ ലോകവുമായിട്ട് ഒരു അടുപ്പവുമില്ല, ലോകവുമായിട്ടൊരു കൂട്ടുകെട്ടില്ല. ആവശ്യങ്ങൾ പലത് കാണും, പക്ഷെ ഞങ്ങളിവിടെ ജീവിക്കുന്നത് അന്യരും പരദേശികളുമായിട്ടാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണെന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ വില കൊടുത്ത് ജീവിക്കുന്നവർക്കായി ഞാൻ കർത്താവ് സ്തോത്രം പറയുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവർ, ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ, ഒന്നിനോടും അടുപ്പം വെക്കാതെ, ഒന്നുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ എഴുന്നേൽക്കണം. ആവശ്യങ്ങൾ കാണും. പലപ്പോഴും നമ്മളെ പിശാച് പരീക്ഷിക്കുന്നത്, നമ്മളെ പരീക്ഷയ്ക്കകത്തേക്ക്, ടെംപ്റ്റേഷന് കൊണ്ടുപോകുന്നത് ഇതുപോലത്തെ ആവശ്യങ്ങൾ വഴിയാണ്. ഉപവാസാനന്തരം യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് അടുത്തു വന്നൊരു ഭാഗം വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 ദിവസം ഉപവസിച്ചനന്തരം ഓടി അടുത്തു വന്ന പിശാച് യേശുവിനോട് ചോദിച്ച ചോദ്യം, യേശുപ്പച്ചാ, അങ്ങ് ഉപവാസമായിരുന്നല്ലേ, അങ്ങ് ഫാസ്റ്റിംഗ് ആയിരുന്നല്ലേ, അങ്ങയുടെ ദേഹത്തിന് ഭയങ്കര ക്ഷീണമുണ്ടാകുമല്ലോ, അങ്ങയുടെ ദേഹം ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നല്ലോ, അങ്ങേക്ക് ഫുഡ് ആവശ്യമല്ലേ, ആഹാരം ആവശ്യമില്ലേ? യേശു പറഞ്ഞ, ആഹാരം എനിക്ക് ആവശ്യമുണ്ട്, കാര്യം ഞാൻ നന്നേ ക്ഷീണിതനാണ്, ഇത്രയും ദിവസം ഫുഡ് കഴിക്കാതെ എൻ്റെ ദേഹം ഭയങ്കര ടയേർഡാണ്, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെ പിശാചേ, നീ ഓഫർ ചെയ്യുന്ന ഫുഡ് എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഫുഡ് ആവശ്യമുണ്ട്. പക്ഷെ നിന്റെ ഓഫർ ചെയ്യുന്ന, നീ എനിക്ക് വെച്ച് നീട്ടിയത് നിമിത്തം എൻ്റെ ആ ബലഹീനത മാറണ്ട, എൻ്റെ ആ ക്ഷീണം മാറണ്ട, എൻ്റെ ആ കുറവ് മാറണ്ട. എൻ്റെ പ്രിയരെ, ലോകത്തോട് വിളിച്ചു പറയുന്ന പിശാചിനോട് ഇങ്ങനെ വിളിച്ചു പറയാൻ ആർജവമുള്ളവർ വചനത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ലോകവുമായി പാപവുമായി കോംപ്രമൈസ് ചെയ്ത് ഒന്നും ഇഹത്തിൽ പ്രാപിക്കരുത്. അത് പ്രാപിച്ചാൽ അവിടെ മുതൽ പരാജയങ്ങൾ തുടങ്ങുക. ആ തീരുമാനം തെറ്റായിരിക്കും കേട്ടോ. എന്തും നേടിക്കോട്ടെ, നിങ്ങളുടെ ഭാവിയാകാം, നിങ്ങളുടെ വിദ്യാഭ്യാസമാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, എന്തും പിശാചിന്റെ ഓഫറുകൾക്കകത്തൂടെ പ്രാപിക്കരുത്. ആവശ്യങ്ങൾ കാണും. അത് വിശുദ്ധിക്ക്, ആത്മീയ ജീവിതത്തിന്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്, കൂട്ടായ്മകൾക്ക് തടസ്സമാണെങ്കിൽ അതിനെ നോ എന്ന് പറയാൻ പഠിക്കണം, അതിനെ വേണ്ടെന്ന് വെക്കാൻ പഠിക്കണം. പ്രൈസ് ഗോഡ്. എന്തുമാകട്ടെ നമ്മളതിനെ വേണ്ട, നീ തരുന്നത് എനിക്ക് വേണ്ട, നീ ഓഫർ ചെയ്തത് വേണ്ട, കാര്യം അതെൻ്റെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ ബന്ധം എന്നെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ കൂട്ടുകെട്ട് എൻ്റെ ലൈഫിനെ തകർക്കുന്നതാണ്. എൻ്റെ അഭിഷേകത്തെ, എൻ്റെ പ്രാർത്ഥനയെ, എൻ്റെ കൃപാവരത്തെ, എൻ്റെ ദൈവശക്തിയെ തകർക്കുന്നൊരു തീരുമാനമാണത്. ഞാൻ കർത്താവിൽ നകന്നു പോകാൻ സാധ്യതയുണ്ട് ആ തീരുമാനമെടുത്താൽ. നോ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നൊരു തലമുറ എഴുന്നേൽക്കട്ടെ. നോ എന്ന് പറയണം, വേണ്ടെന്ന് വിൽക്കണം. വിശുദ്ധിയോടെ ജീവിക്കുന്നൊരു തലമുറ എഴുന്നേൽക്കണം. എബ്രായ ലേഖനത്തിനകത്ത് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് പറയുമ്പോൾ ആ മടങ്ങി വരവ് പറയുന്ന വാക്യം എങ്ങനെയാണ്? തനിക്കായി ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഒന്നുകൂടെ ആ വാക്യം ഞാൻ പറയാം. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ കൂടെ പറക്കാൻ കഴിയും. ലോകത്തോടും പാപത്തോടും കൂട്ടുകെട്ടില്ലാതെ, അശുദ്ധിയോട് അടുപ്പമില്ലാതെ നടക്കാൻ തുടങ്ങിയാൽ അവൻ്റെ വരവിങ്കൽ അവനോടുകൂടെ പറക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അപകടമുണ്ട് കേട്ടോ. നമ്മൾ കൈവിടപ്പെട്ടു പോകും, ഉപേക്ഷിക്കപ്പെട്ടു പോകും. അറിയത്തില്ലെന്ന് തമ്പുരാൻ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ എല്ലാവരും പ്രബോധിപ്പിക്കുകയാണ്, വില കൊടുത്ത് നിൽക്കാൻ തുടങ്ങണം, വില കൊടുത്ത് ജീവിക്കാൻ തുടങ്ങണം. ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ ഭയങ്കര ആർജവത്തോടെ വിശുദ്ധിയിൽ നടക്കുന്നവർ എഴുന്നേൽക്കണം. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവർ. സാഹചര്യം മാറും, കാലങ്ങൾ മാറും, കാലാവസ്ഥകൾ മാറും, ആണ്ടുകൾ മാറും, സിസ്റ്റങ്ങൾ മാറി വരും. പക്ഷെ എൻ്റെ പ്രിയരെ, വചനത്തിൽ എഴുതി വെച്ചും കർത്താവ് നിങ്ങൾ കൈമാറിയത് വെച്ചും ഒരു ആണുവിട പുറകോട്ട് പോകരുത്. ലോകത്തോട് കൂട്ടുകെട്ടും പാപത്തോടും അടുപ്പമുണ്ടാകില്ല. വിശുദ്ധിയോട് സംബന്ധമായ
ഒരു നല്ല തീരുമാനമെടുത്ത മനുഷ്യനാണ് ദാനിയേൽ എന്ന മനുഷ്യൻ. ഭയങ്കര തീരുമാനമായിരുന്നു. എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ രാജാവിൻ്റെ ഈ അശുദ്ധിയുള്ള ആഹാരം എനിക്ക് വേണ്ട. അത് നോ, വേണ്ട, ശാഖപദാർത്ഥം മതി, കഴിക്കാം. പക്ഷെ നിങ്ങൾ നോക്ക്, രാജാവിൻ്റെ രാജഭോജനം കഴിച്ചവരും വിശുദ്ധിക്ക് വേണ്ടി നിന്ന, അല്ലെങ്കിൽ അശുദ്ധമായ ആഹാരം കൊണ്ട് അശുദ്ധമാക്കാത്ത, മലിനപ്പെടുത്താത്ത ആളെയും തമ്മിൽ നിങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കിക്കോളാൻ പറയുന്നൊരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. ദിവസങ്ങളോളം എല്ലാവരും രാജാവിൻ്റെ ഭോജനം കഴിച്ചു, രാജാവ് തന്ന വീഞ്ഞു കുടിച്ചു. അവർ തന്നെത്താൻ അശുദ്ധമാക്കിയൊരു തലമുറ. രാജാവിൻ്റെ ഭോജനം കൊണ്ട് അശുദ്ധമാക്കാത്തൊരു മനുഷ്യൻ. അവസാനം നിങ്ങൾ ആ അധ്യായത്തിൻ്റെ അവസാന താളുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും, സകലരെക്കാൾ മേത്തരമൊരു മനുഷ്യനെ കാണാൻ കഴിയും. സകലരെക്കാൾ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞു കൊണ്ടും അശുദ്ധമാക്കിയ ഒരു കൂട്ടത്തെക്കാൾ, ഒരു തലമുറയേക്കാൾ, ഒരു ജനത്തെക്കാൾ അശുദ്ധമാക്കാതെ വിശുദ്ധിക്ക് വേണ്ടി തീരുമാനത്തിൽ നിന്നയാള് അവരെക്കാൾ മേത്തരമായിട്ടുണ്ടെന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്ന് വരാൻ കേട്ടോ. വിശുദ്ധി എന്ന തീരുമാനം നീ എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ കോളേജിൽ നീ ഒറ്റപ്പെട്ടെന്ന് വരാം, നിന്റെ കുടുംബത്തിന് ഒറ്റപ്പെട്ടെന്ന് വരാം, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇടയിൽ നീ ഒറ്റപ്പെട്ടെന്ന് വരാൻ കേട്ടോ. പക്ഷെ അതിവിദൂരമല്ലാതെ നീ എടുത്ത വിശുദ്ധിയുടെ തീരുമാനത്തിൽ നീ ആദരിക്കപ്പെടുന്ന ദിവസവും അതിവിദൂരമല്ല. വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ ചിലപ്പോൾ കുടുംബത്തിന് പുറത്തു പോയി കാണാം. അവർ നടത്തിയ ഫംഗ്ഷനുകളിൽ നിന്നെ ഒഴിവാക്കി കാണും. നിന്നെ അവർ കൂട്ടത്തിൽ കൂട്ടിക്കാണത്തില്ല. എല്ലാവരും ഒഴിവാക്കി കാണും, എല്ലാവരും മാറ്റി നിർത്തി കാണും. പിന്മാറിപ്പോകല് കേട്ടോ, ഉടഞ്ഞു പോകരുത്. വിശുദ്ധിയിൽ നിന്ന് ഒരു അണുവിട പോലും പുറകോട്ട് വെക്കരുത്. ചവിട്ട് നിന്നോണം. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, വിശുദ്ധിക്ക് വേണ്ടി നിന്നവരെ ആദരിക്കുന്നൊരു സമയമുണ്ട്. വിശുദ്ധി എന്ന തീരുമാനം എടുത്ത് ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യാതെ നിന്നാൽ അവരുടെ മുമ്പിൽ തന്നെ അവരെക്കാൾ മേത്തരമായി എൻ്റെ തമ്പുരാൻ നിന്നെ ഉയർത്തിയിരിക്കും. വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുക്കുക. തീരുമാനം വിശുദ്ധിയാകട്ടെ. 2, ആരാധന സംബന്ധമായൊരു തീരുമാനം. ഈ അധ്യായത്തിൻ്റെ തന്നെ, ഈ പുസ്തകത്തിൻ്റെ തന്നെ അധ്യായങ്ങൾ മറിയുമ്പോൾ 3-ാം അധ്യായത്തിനകത്ത് രാജാവ് ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കുന്നു. എന്നിട്ട് രാജാവ് അവിടുത്തെ എല്ലാവരെയും വിളിച്ചു, നാടുവാഴികളെയും പ്രഭുക്കന്മാരെയും ഭരണാധികാരികളെയും എല്ലാവരും വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ബിംബത്തെ എല്ലാവരും കമിഴ്ന്ന് വീണ് നമസ്കരിക്കണം. എല്ലാവരും കാഹളം ഊതുമ്പോൾ നിങ്ങളെല്ലാവരും കമിഴ്ന്ന് വീണ് ആ ബിംബത്തെ ആരാധിക്കണം. വന്നവരെല്ലാം, കേട്ടവരെല്ലാം, വന്നുകൂടിയവരെല്ലാം ഉയർന്നു പൊങ്ങിയ ബിംബത്തിന്റെ മനോഹാരിത കണ്ടു. ഭംഗിയുള്ള മനോഹരമായ ഒരു ബിംബം ഉയർന്നിരിക്കുന്നു. കാഹളമൂതിയ മാത്രയിൽ സ്ഥാനങ്ങളും മാനങ്ങളും താഴെയിട്ട് നെടുമ്പാട് വീണ് ബിംബത്തെ ആരാധിച്ചു. പക്ഷേ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. 3 പേർ രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിച്ചിട്ടില്ല. ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവേ, വന്നവരും നിന്നവരും രാജ്യത്തിൻ്റെയും പട്ടണത്തിൻ്റെയും നേതാക്കന്മാരും തലവന്മാരും എല്ലാവരും ബിംബത്തെ നമസ്കരിച്ചു. പക്ഷെ 3 പേർ നീ ഉയർത്തിയ ബിംബത്തെ നമസ്കരിച്ചിട്ടില്ല. അവരെ യഹൂദ ബാലന്മാരാണ്. അവർക്ക് മറ്റൊന്നിനെ നമസ്കരിക്കാൻ പറ്റില്ല. രാജാവിന് അരിശം ഉണ്ടായി, ദേഷ്യമുണ്ടായി. താൻ പറഞ്ഞു, തീ കൂട്ടുക, ആഴി ഉണ്ടാക്കുക, അവരെ ആ തീക്കകത്തിട്ട് നശിപ്പിച്ചു കളയാം. രാജാവിന്റെ പ്രഖ്യാപനം അതുതന്നെയാണ്. ആ രാജ്യത്ത് ആരെങ്കിലും ഞാൻ ഉണ്ടാക്കിയ പ്രതിമയെ നമസ്കരിക്കാതിരുന്നാൽ അവനെ തീർച്ചയുളയ്ക്കകത്തിട്ട് കൊന്നുകളയണം. 3 പേർ നമസ്കരിക്കാത്തത് കൊണ്ട് തീ ഉണ്ടായിരിക്കുന്നു. വിളിച്ചുകൊണ്ടുവരിക, അവർക്ക് എന്താ ഇതിൽ പറയാനുള്ളതെന്ന് തിരക്കുക. രാജാവ് വിളിച്ചു കൊണ്ടുവന്നു. ബാലന്മാർ പറഞ്ഞു, രാജാവേ, യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞാൻ ആ പദത്തെ അങ്ങ് ഷോർട്ടാക്കി പറഞ്ഞ കേട്ടോ. രാജാവേ, ചിലപ്പോൾ ഞങ്ങൾ ഈ തീക്കകത്ത് മരിക്കുമായിരിക്കും, ഈ തീക്കകത്ത് വെന്തു മരിക്കുമായിരിക്കും, എന്നാലും കേട്ടു നമസ്കരിക്കത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു വരുമായിരിക്കും, യഹോവ ഞങ്ങളെ വിടുവിക്കുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും.
രണ്ടാണെങ്കിലും, മരണമാണെങ്കിലും ജീവനാണെങ്കിലും നീ ഉണ്ടാക്കിയതിനെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ആരാധനയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നവർ എഴുന്നേൽക്കണം. ആരാധന സംബന്ധമായി ഭയങ്കര ഗൗരവമുള്ള തീരുമാനമെടുക്കണം. ഈ തീരുമാനം അവരെടുത്ത് ഓരോ സ്റ്റെപ്പ് ഉറയ്ക്കും തോറും, തീരുമാനത്തിൽ ഉറയ്ക്കും തോറും തീയുടെ ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം ഉറയ്ക്കുമോ, എത്രത്തോളം തീരുമാനത്തിൽ ഉറയ്ക്കുമോ, അത്രത്തോളം അവര് പ്രതിസന്ധികൾ കൂടാൻ തുടങ്ങും. എൻ്റെ പ്രിയരെ, വിശ്വാസത്തിൽ ഓരോ ചുവടുകൾ നിങ്ങൾ തീരുമാനമെടുത്തുറയ്ക്കുമ്പോൾ ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ കൂടുകയാണ്. വിശ്വാസത്തിൽ വന്നപ്പോൾ വിഷയങ്ങൾ ചെറുതായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സ്നാനം എന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ വിഷയങ്ങൾ കൂടി. ഞാൻ കർത്താവിന് വേണ്ടി ഓടാൻ പോകുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ വിഷയങ്ങൾ കൂടി. എന്തു വില കൊടുത്തും ദൈവത്തിനായി മാത്രം ജീവിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ ആ വിഷയങ്ങൾ കൂടാൻ തുടങ്ങി. ഉറയ്ക്കും തോറും പ്രതിസന്ധികൾ കൂടുകയാണ്. തീരുമാനത്തിൽ ബലപ്പെടും തോറും പ്രശ്നങ്ങൾ കൂടുകയാണ്. അങ്ങനെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നോക്കി ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്. നിന്റെ തീരുമാനത്തിന്മേൽ വെളിപ്പെട്ട പ്രശ്നങ്ങൾ നിന്നെ മുക്കാൻ അനുവദിക്കത്തില്ല. നീ ഉറയ്ക്കും തോറും, നീ തീരുമാനത്തിൽ ബലപ്പെടും തോറും നിനക്ക് നേരെ ഉയർന്നു വന്ന വിഷയങ്ങൾ നിന്നെ തകർക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. 7 അല്ല 70 മടങ്ങായി വിഷയങ്ങൾ ഇരട്ടിയായാലും ഇന്ന് പകൽ ഈ സമയത്ത് ദൈവമക്കൾ കേട്ടോ, ഒരാൾ പോലും, ഒരു പ്രശ്നങ്ങൾ പോലും നിങ്ങളെ മുടിച്ചു കളയാൻ, നിങ്ങളെ ഇല്ലാതാക്കി തീർക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിൽ വന്നപ്പോഴും മുമ്പോട്ട് പോകും തോറും പ്രശ്നങ്ങൾ കൂടി. രാജാവ് ഉറക്കെ പറഞ്ഞു, അവരെ തീക്കകത്തേക്ക് വലിച്ചെറിയുക. അവർ തീക്കകത്ത് വെന്തു മരിക്കട്ടെ, അവരുടെ അവസാനം തീക്കകത്താകട്ടെ. 3 പേരെ പിടിച്ചുകൊണ്ട് തൻ്റെ പടയാളികൾ ചെന്നു, വലിച്ചെറിഞ്ഞു. ഇട്ടവർ കരിഞ്ഞുപോയി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വീണവർ ആ പ്രതിസന്ധിക്കകത്ത് നടക്കാൻ തുടങ്ങി. രാജാവ് പറയാണ്, നമ്മൾ അവരെ ഇട്ടത് 3 പേരായിട്ടല്ലേ, പക്ഷേ അതിനകത്ത് 4 പേരുണ്ട്. ആരോ അവരുടെ കൂടെ ചലിക്കുന്നുണ്ട്, ആരോ നടക്കുന്നുണ്ട് അവരുടെ കൂടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ അനുഭവിച്ച വിഷയത്തിനകത്ത് ആരാധന സംബന്ധമായി, കർത്താവിനെ വിശ്വസിച്ച് സംബന്ധമായി നീ പ്രതിസന്ധിക്കകത്തകപ്പെട്ടു പോയാലും അവിടെയും നീ ഒറ്റയ്ക്കാകാൻ എൻ്റെ പിതാവ് അനുവദിക്കത്തില്ല. അവിടെയും നീ തകർന്നു പോകാൻ എൻ്റെ സർവശക്തൻ അനുവദിക്കത്തില്ല. ആ പ്രതിസന്ധിക്കകത്തും എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വിശ്വാസത്തിൽ വന്നത് നിമിത്തം, ആരാധിച്ചത് നിമിത്തം, കർത്താവിനെ ആഴമേറി സ്നേഹിച്ച നിമിത്തം വലിയ പ്രതിസന്ധിക്കകത്തകപ്പെട്ടു പോയി. അവസാനം ഇവിടം കൊണ്ട് തീർന്നു പോകും, ഇനി എനിക്ക് രക്ഷയുണ്ടാകത്തില്ലെന്ന് പറയത്തക്ക നിലവാരത്തിൽ കഷ്ടതയ്ക്കകത്തും പോരാട്ടങ്ങൾക്കകത്തും പ്രതിസന്ധികൾക്കകത്തും അകപ്പെട്ടു പോയവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളോടാ പറയുന്നത് കേട്ടോ. ആ പ്രശ്നത്തിനകത്ത് ഒറ്റയ്ക്കായി പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒറ്റയ്ക്കായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ വിഴുങ്ങിക്കളയേണ്ട 1000 വിഷയങ്ങൾക്കകത്തും എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സർവശക്തൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ കിട്ടിയ വെളിപ്പാട് നിമിത്തം കാരാഗ്രഹത്തിൽ പോയി. താൻ കണ്ടൊരു സ്വപ്നം നിമിത്തം അകപ്പെട്ടുപോയി. വേദപുസ്തകത്തിൽ വാക്യം പറയാം, ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. കുറച്ചധികം നാളുകൾ ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു, അധികം നാളുകൾ. പക്ഷെ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം അവിടെ കിടപ്പുണ്ട് കേട്ടോ. യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. യോസഫ് കിടന്ന അനുഭവത്തിനകത്ത് ഒറ്റയ്ക്കല്ല, അവിടെയും യഹോവ കൂടെ ഉണ്ടായിരുന്നു. അർത്ഥം എന്നാ? ആർക്കും സഹായിക്കാൻ കഴിയാത്ത, ആർക്കും കരം പിടിക്കാൻ കഴിയാത്ത, മനുഷ്യനൊരു ഹെൽപ്പ് പോലും ചെയ്യാൻ കഴിയാത്ത, നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരം കൊണ്ടോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയിടത്തു നിന്നും അവിടെയും നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിച്ച കർത്താവ് ആ പ്രതിസന്ധിക്കകത്ത് നമ്മുടെ കൂടെയുണ്ട്. ആ പോരാട്ടത്തിനകത്ത് നമ്മുടെ കൂടെയുണ്ട്.
ആ രോഗത്തിനകത്ത് നമ്മുടെ കൂടെയുണ്ട്. ആ രോഗക്കിടക്കയിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇല്ലാതായി പോകേണ്ട 1000 വിഷയം വന്നാലും എനിക്കുറപ്പുണ്ട്, ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദൂത് ആത്മാവ് ഞാൻ കൈമാറുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി നിന്നവർ, ആരാധിക്കുമെന്ന് തീരുമാനമെടുത്തവർ, യഹോവയല്ലാതെ, എൻ്റെ യേശുവിനെ അല്ലാതെ, എൻ്റെ കർത്താവിനെ അല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞ് തീരുമാനത്തിൽ ഉറച്ചവർ പ്രശ്നത്തിനകത്തകപ്പെട്ടു പോയാൽ എൻ്റെ കർത്താവ് കണ്ണടക്കത്തില്ല കേട്ടോ. എൻ്റെ കർത്താവ് മാറി നിൽക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് എൻ്റെ സ്വർഗം ഇറങ്ങി വന്നിരിക്കും. നിങ്ങളുടെ പോരാട്ടത്തിനകത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ അകം നിറയുന്നൊരു വാക്യം ഇത് പറയുമ്പോൾ എൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വാക്യാണ്, സർവശക്തന്റെ സഖ്യത ഇയ്യോബിന്റെ കൂടാരത്തിലുണ്ടായിരുന്നെന്ന്. സർവശക്തൻ ഇയ്യോബിനോട് കൂടെ വസിച്ചെന്ന്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പേരാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്, ഞാൻ സർവശക്തനാണ്. പഴയ നിയമത്തിലെ സർവശക്തന്റെ 3-4 പ്രതിസന്ധികൾ, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറയുന്നത് പഴയ നിയമത്തിൽ സർവശക്തന്റെ വാക്കാണ്, മനുഷ്യന് എന്നോട് അടുക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ മനുഷ്യനുമായിട്ട് അടുക്കാൻ കഴിയത്തില്ല. ഞാൻ പാളയത്തിൽ വരാം, പാളയം വിശുദ്ധമാക്കണം. ഞാൻ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും, സമാഗമന കൂടാരത്തിനകത്ത് ഇറങ്ങും. പക്ഷെ കൂടാരത്തിനകത്ത് ആരും വരരുത്, എല്ലാവരും പാളയത്തിൽ നിൽക്കണം. പുരോഹിതൻ മാത്രം വരിക. ഞാൻ ഇറങ്ങുന്ന പർവ്വതത്തിൽ ആരെങ്കിലും തൊട്ടാൽ തൊട്ടവൻ മരിക്കും. അർത്ഥം, പഴയ നിയമത്തിലെ സർവശക്തൻ മനുഷ്യനുമായിട്ട് അടുക്കാൻ കഴിയാത്തൊരു ദൈവമാണ്. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, ഞാൻ നിന്റെ മുഖം മറയ്ക്കാം, ഞാൻ നിന്റെ മുമ്പിൽ കൂടി നടന്നു പോകാം, പക്ഷെ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അല്പമായത് എന്തെങ്കിലും ദർശിക്കാം. എന്താ പഴയ നിയമത്തിലെ ദൈവം? പഴയ നിയമത്തിലെ ദൈവം മനുഷ്യനുമായി അടുക്കാൻ കഴിയാത്ത, മനുഷ്യനുമായിട്ട് സമ്പർക്കം കുറവുള്ള ദൈവമാണ്. പക്ഷേ അതേ പഴയ നിയമ പുസ്തകത്തിനകത്ത് ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ വാക്യമാണ് ഞാൻ പറഞ്ഞത്, സർവശക്തന്റെ സഖ്യത ഇയ്യോബിന്റെ കൂടാരത്തിലുണ്ടായിരുന്നു. ഓഹോ, സർവശക്തൻ ഇയ്യോബിന്റെ കൂടെ അങ്ങ് വസിച്ചെന്ന്. എനിക്ക് ചോദ്യം, സർവശക്തനേ, തമ്പുരാനേ, അങ്ങേക്ക് പറക്കാനല്ലേ സമാഗമന കൂടാരം? സമാഗമന കൂടാരത്തിൽ വന്നു പോയ പോരെ? എന്തിനാപ്പാ ഒരു രോഗിയായി മുടി മുതൽ നഖം വരെ രോഗം പിടിച്ച ഒരു മനുഷ്യന്റെ വീട്ടിൽ വന്ന് പാർക്കേണ്ട കാര്യമുണ്ടോ അപ്പാ? ആരുമില്ലല്ലോ അവന്. അവനിപ്പോ ദരിദ്രനല്ലേ? സമ്പത്ത് പോയില്ലേ, മക്കൾ പോയല്ലോ, ആടുമാടുകൾ പോയല്ലോ, ഭാര്യ ഉപേക്ഷിച്ചു പോയല്ലോ, സുഹൃത്തുക്കൾ പരിഹാസം പറഞ്ഞല്ലോ. അപ്പച്ചാ, ദൈവമേ, സർവശക്തനെ സമാഗമന കൂടാരത്തിൽ വന്ന പോരെ അപ്പ? എന്തിനാപ്പച്ചാ? തമ്പുരാൻ പറഞ്ഞ വാക്ക് കേട്ടോ, എന്നെ കൊന്നാലും അവനായി ജീവിക്കുമെന്ന് പറഞ്ഞ് ഉറച്ചൊരു മനുഷ്യൻ, അവൻ്റെ ആ തീരുമാനം എന്തെല്ലാം വന്നാലും ഒരു ചുവട് പോലും പുറകോട്ടു വെക്കത്തില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചയാള് ഒറ്റയ്ക്കാകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രാർത്ഥന കുറയത്തില്ലെന്നും, ആരാധന കുറയത്തില്ലെന്നും, വിശുദ്ധി കുറയത്തില്ലെന്നും, കർത്താവമട്ട ബന്ധം കുറയത്തില്ലെന്നും, ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകത്തില്ലെന്ന് തീരുമാനിച്ചവർ കേട്ടു. ഏതു പ്രതിസന്ധി വന്നാലും നീ ഒറ്റയ്ക്കായി പോകാൻ എൻ്റെ പിതാവ് അനുവദിക്കത്തില്ല. ആ പ്രതിസന്ധിക്കകത്ത് അവൻ നിന്റെ കൂടെ പാർക്കാൻ പോവാണ്. വലിയ വിലപ്പെട്ട തീരുമാനമെടുത്ത മനുഷ്യനാണ് ഇയ്യോബ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് ഭയങ്കര ബലമായിരുന്നു. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ഇയ്യോബ് അനുഭവിച്ച കഷ്ടതകൾ. സമ്പത്തിന്റെ അത്യുച്ചകോടിയിൽ നിന്ന് പെട്ടെന്നൊരു പതനമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം വരെ സഞ്ചരിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൂനച്ചാരവും ഒരു ഓട്ടും കഷണം മാത്രമാണ് തൻ്റെ കാര്യത്തിലുള്ളത്. ബാക്കി എല്ലാം പോയി, എല്ലാം 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 എല്ലാം. സ്തോത്രം. ഈ വലിയ പ്രതിസന്ധിക്കകത്തിരിക്കുമ്പോഴും തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് കേട്ടോ, തള്ളിപ്പറഞ്ഞ്
വിട്ടുകള. നീ സേവിച്ച് യഹോവയെ തള്ളിപ്പറ. കേട്ടോ, പിടിച്ച ദൈവത്തെ ആ തീരുമാനത്തിൽ താൻ ഉറച്ചു. എന്നെ കൊന്നാലും എൻ്റെ സകലതും പിശാച് കൊണ്ടുപോയാലും, എൻ്റെ ഭാര്യ പോയാലും, എൻ്റെ മക്കൾ പോയാലും, എൻ്റെ സമ്പത്ത് പോയാലും, ഞാൻ ദരിദ്രനായി തീർന്നാലും, ഞാൻ ഇവിടെ മരിച്ചു വീഴുമായിരിക്കും. എൻ്റെ പ്രാണൻ ഇവിടം കൊണ്ട് തീരുമാനിക്കും. പക്ഷെ ഞാൻ ആത്മാവ് വിളിച്ചു പറയാം, വേലയോടൊരു തീരുമാനം എടുത്തോ കേട്ടോ. ആ നീറുന്ന വിഷയത്തിനകത്ത്, ആ നീറുന്ന പ്രതിസന്ധിക്കകത്ത് എന്തെല്ലാം വന്നാലും കർത്താവിനെ വിട്ട് ഒരു ചുവട് പോലും വെക്കത്തില്ലെന്ന്. അപവാദങ്ങൾ കേൾക്കാം, പരിഹാസങ്ങൾ കേൾക്കാം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം. പക്ഷെ ആത്മാവ് നിങ്ങളെ വിളിച്ചു പറയാം, ഒരു ചുവട് പോലും പുറകോട്ട് വെക്കരുത്. അങ്ങനെ തീരുമാനത്തിൽ ഉറയ്ക്കാൻ തുടങ്ങിയാൽ ഇന്ന് സമയം കേട്ടു, കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് പാർക്കും. ഞാൻ ചോദിച്ചപ്പാ, അങ്ങേക്ക് അവിടെ ഇരുന്നാ പോരെ? എന്നോട് തമ്പുരാൻ പറയും, മോനെ, എനിക്ക് വേണ്ടി നിന്നവൻ, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്നും എന്തെല്ലാം വന്നാലും അവനെ വിട്ട് മാറത്തില്ലെന്നും, ഇത്രയും ബലമുള്ള തീരുമാനമെടുത്തവൻ ഒറ്റയ്ക്കായി പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എല്ലാവരും ഇയ്യോബിന്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ, സുഹൃത്തുക്കൾ ഇറങ്ങിപ്പോയി, മക്കൾ ഇറങ്ങിപ്പോയി, ഭാര്യ ഇറങ്ങിപ്പോയി, സമ്പത്ത് ഇറങ്ങിപ്പോയി, എല്ലാം തൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ കണ്ടോ, എല്ലാം കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കർത്താവ് ഇയ്യോബിന്റെ കൂടാരത്തിൽ നടന്ന് കയറി വരികയാണ്. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം, തീരുമാനമെടുത്തപ്പോൾ നിനക്ക് എന്തൊക്കെ നഷ്ടമായി പോയിട്ടുണ്ടോ, വിശ്വാസത്തിൽ ഉറക്കി വന്നും കർത്താവിൻ്റെ പുറകെ പോകുക എന്നും ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക എന്നും തീരുമാനമെടുത്തപ്പോൾ നിന്റെ ലൈഫിൽ നിന്ന് എന്തെല്ലാം നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നഷ്ടമായി പോയതെല്ലാം എൻ്റെ കർത്താവ് നിനക്ക് മടക്കി തരും. വിശുദ്ധിക്ക് വേണ്ടി എടുത്തപ്പോൾ പലതും നഷ്ടമായി പോയില്ലേ? ആരാധന എന്ന തീരുമാനമെടുത്തപ്പോൾ, വിശുദ്ധി എന്ന തീരുമാനമെടുത്തപ്പോൾ പലതും കയ്യിൽ നിന്ന് കൈവിട്ടു പോയില്ലേ? പല ബന്ധങ്ങൾ പോയില്ലേ? പല ഉയർച്ചകൾ പോയില്ലേ? പല വഴികൾ അടഞ്ഞു കാണുമല്ലേ? സ്തോത്രം. പിന്മാറിപ്പോകല് കേട്ടോ, പിന്മാറിപ്പോകല്ല. ഉറച്ചു നിന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു. നഷ്ടമായി പോയതെല്ലാം എൻ്റെ കർത്താവ് ഇരട്ടിയായി മടക്കിത്തരും. കൈവിട്ട് പോയതെല്ലാം ഇരട്ടിയായി മടക്കിത്തരും. തീരുമാനത്തിൽ ഉറച്ചപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? എല്ലാം അകന്നു, ലോകമകന്നു, സമ്പത്തകന്നു, ഭാര്യ അകന്നു. പക്ഷെ തീരുമാനത്തിൽ ഉറച്ചവന്റെ അരികിലേക്ക് കർത്താവ് വരികയായിരുന്നു. ഞാൻ ആത്മാവിൽ പറയാം, ആരും വന്നില്ലേലും സാരയില്ല കേട്ടോ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. 10,000 വിട്ടുപോട്ടെ, പക്ഷെ കർത്താവ് മാറിപ്പോകല് കേട്ടോ. രക്തബന്ധങ്ങൾ മാറിപ്പോകട്ടെ, പക്ഷെ കർത്താവ് മാറിപ്പോകല്. കൂടപ്പിറപ്പുകളും ഭാര്യയും ഭർത്താവും എല്ലാം പോട്ടെ, പക്ഷെ എൻ്റെ കർത്താവ് മാറിപ്പോകരുത്. അവൻ നമ്മുടെ കൂടെ ഉണ്ടാകണം. അവനെ നമ്മുടെ കൂടെ നിർത്തുന്നൊരു തീരുമാനമെടുക്കണം. കർത്താവിനെ നമ്മുടെ കൂടെ പിടിച്ചു നിർത്തുന്നൊരു തീരുമാനം നിങ്ങൾ ഈ മെസ്സേജുകൾക്കും എടുക്കുക. ആ തീരുമാനമാണ് എന്നെ കൊന്നാലും അവനായി ജീവിക്കുന്നത്. ആ തീരുമാനം കേട്ടപ്പോൾ കർത്താവിന് കൂടാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. കൂടാരം വിട്ടു കർത്താവ്. എന്റെ മുടി മുതൽ നഖം വരെ പിശാച നീ കൊണ്ടുപോയില്ലേ? ചിലപ്പോ നീ എന്നെ കൊല്ലുമായിരിക്കും അല്ലേ? നിനക്ക് അവസാനം അതല്ല ചെയ്യാനുള്ളൂ, എന്നെ കൊല്ലും. നീ എന്നെ കൊന്നാലും സാരയില്ല, അവനായി ഞാൻ നിൽക്കാൻ പോവാണ്. കർത്താവിനെ നമ്മുടെ കൂടെ നിർത്തുന്നൊരു തീരുമാനമെടുക്കണം. കർത്താവിനെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരുന്ന തീരുമാനമെടുക്കണം. ദൈവത്തെ നമ്മുടെ മുറിക്കകത്ത് കൊണ്ടുവരുന്ന തീരുമാനമെടുക്കണം. കർത്താവിനെ നമ്മുടെ അരികിൽ നിർത്തുന്നൊരു തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുക്കാൻ തുടങ്ങിയ കേട്ടു, പരാജയപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഉടഞ്ഞു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇല്ലാതായി പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. തീരുമാനമെടുത്തവരാരും ഒറ്റയ്ക്കല്ല. 3 ബാലന്മാർ ആരാധിക്കത്തില്ലെന്നും ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്നും തീരുമാനമെടുത്തപ്പോൾ സ്വർഗം ആ പ്രശ്നത്തിനകത്തിറങ്ങി വന്നു. അവരുടെ കൂടെ ആ പ്രശ്നത്തിൽ ചലിച്ചു. ഞാൻ ആത്മാവ് വിളിച്ചു പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ.
നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ ചെവിയിൽ വന്നൊരു ദൈവശബ്ദം പറയാം, എൻ്റെ അകത്തേക്ക് ഓടി വന്നൊരു വചനം പറയാം. പ്രിയരെ, ഞാൻ അവരെ മരുഭൂമിയിലേക്ക് നടത്തും. ആ വാക്യം ശ്രദ്ധിച്ചോണം. ഞാൻ അവരെ മരുഭൂമിയിലേക്ക് നടത്തും. ഞാൻ അവരെ മരുഭൂമിയിലേക്ക് നടത്തും. എന്താ ഇതിൻ്റെ അർത്ഥം? നടക്കുക അല്ല, അവൻ നമ്മളെ നടത്തുകയാണ്. നടന്നു തുടങ്ങുന്ന കുഞ്ഞു കുട്ടികളെ അതിൻ്റെ മാതാപിതാക്കൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? അവർ കൈക്ക് പിടിച്ച് നടത്തും. അല്ലെങ്കിൽ ആ പിതാവിൻ്റെ കാലിൽ ആ കുഞ്ഞിനെ കയറ്റി നിർത്തും. എന്നിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് പപ്പ നടക്കുമ്പോൾ ആ കുഞ്ഞും പതുക്കെ നടക്കും. ഇങ്ങനെയാ നടക്കാൻ പഠിപ്പിച്ചേ. ഇതല്ലേ ഈ പറയുന്നേ? അതെ, മരുഭൂമിയിലേക്ക് അവൻ നമ്മളെ നടത്തും. നമ്മൾ നടന്നതല്ല, അവൻ നമ്മളെ നടത്തിയതാണ്. തീച്ചുളയ്ക്കകത്ത് നീ വീണതല്ല, അവൻ നിന്നെ കൊണ്ടുപോയതാണ്. എന്തിന്? തകർക്കാനല്ല, അവൻ നിന്റെ കൂടെ പാർക്കാൻ വേണ്ടിയാണ്. ആ വന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉടയ്ക്കാനല്ല, ആരാധന സംബന്ധമായ ഒരു തീരുമാനം. മോശ പർവ്വതത്തിൽ കയറി 40 ദിവസം ദൈവത്തോട് കൂടെ ഇരുന്നു. ദൈവത്തോട് കൂടെ ഇരുന്നപ്പോൾ അധിക നേരം ജനത്തെ വിട്ടു പോയി. മോശയും ദൈവവും മാത്രം ഒരു പർവ്വതത്തിൽ പാർക്കുന്നു. താഴ്വരയിൽ ഒരു ആരാധന തുടങ്ങി. അഹരോന്റെ നേതൃത്വത്തിൽ മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കി, മറ്റൊരു ബിംബത്തെ ഉണ്ടാക്കി. എല്ലാവരും കൊട്ടിപ്പാടി ആരാധിക്കാൻ തുടങ്ങി. ഇറങ്ങി വന്ന മോശയ്ക്ക് മനസ്സിലായി, ആരാധന തെറ്റാണ്, ആരാധന തെറ്റാണ്. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗോത്രങ്ങൾ വന്ന് ചേർന്ന് നിന്നു. തെറ്റായി ഒന്നിലേക്കും കൂട്ടുകൂടരുത് കേട്ടോ. നിന്റെ വെളിപ്പാടിനും നിന്റെ ദർശനത്തിന് വിരോധമായി വരുന്നതിനൊന്നും നീ കൈകൊടുക്കരുത്. നിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരോധമായി വരുന്നതിനൊന്നും നീ ചേരരുത്. അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കരുത്, അവരുമായി അടുപ്പമുണ്ടാക്കരുത്. യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുക. ശാപം തലയ്ക്ക് മീതെ വന്ന ആ ഗോത്രത്തിന്റെ ശാപം മാറത്തക്ക നിലവാരത്തിൽ തീരുമാനമെടുത്തു. ഞങ്ങളുടെ ശാപവും ഞങ്ങളുടെ തകർച്ചയും ഞങ്ങളുടെ ഇല്ലായ്മകളും ഞങ്ങളുടെ വല്ലായ്മകളും മാറണോ? ആ വിലപ്പെട്ട തീരുമാനമെടുക്കണം, യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ. ഞാൻ ഈ ദൂത് പറയുന്നത് നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. യഹോവയുടെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ഗൗരവമുള്ള തീരുമാനമെടുക്കാൻ തുടങ്ങണം. ആയിരങ്ങൾ എതിർഭാഗത്ത് കാണും, ആയിരങ്ങൾ കാണും. പക്ഷേ ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുമെന്ന് ഒരു വലിയ തീരുമാനമെടുക്കണം. ആ തീരുമാനം നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുന്നതായിരിക്കും. ആ തീരുമാനം നിങ്ങളുടെ ശാപത്തെ മാറ്റുന്നതായിരിക്കും. ആ തീരുമാനം നിങ്ങളുടെ ഉടച്ചിലുകൾ മാറ്റുന്നതായിരിക്കും. വ്യക്തം ചെയ്യും. ആരാധന സംബന്ധമായി തീരുമാനമെടുക്കുക. ഏലിയാവ് കർമ്മേലിൽ ആരാധന സംബന്ധമായ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ കേൾക്കണം പ്രിയരെ, ആരൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടോ അവരുടെ തീരുമാനത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. വ്യക്തം ചെയ്യും. അധ്വാനിച്ചു മടുത്തവൻ ശൂന്യമായ പടകുമായി കരക്കടിഞ്ഞു. ശൂന്യതയാണ് മൊത്തം. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, മൊത്തം നഷ്ടമായി പോയി. യേശു പടകിലേക്ക് വന്നു കയറി പറഞ്ഞു, പത്രോസേ പടകൽപ്പം നീക്കുക. ഒരു കർത്താവിന്റെ വാക്കായിരുന്നു. നോക്കിയാൽ പറയാം, കർത്താവേ ഇന്നലെ രാത്രി മൊത്തം അധ്വാനിച്ചു, പടകൊക്കെ നീക്കാം, വലയൊന്നും വീശാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ പത്രോസ് എടുത്ത ആ തീരുമാനം കർത്താവിന്റെ വചനത്തിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം. കർത്താവിന്റെ വാക്കിനനുസരിച്ച് പത്രോസ് എടുത്ത തീരുമാനം അവന്റെ പടകിനെ നിറച്ചിട്ടുണ്ട്. സാഹചര്യം വിരോധമാകാം, അവസ്ഥകൾ വിരോധമാകാം, കാലാവസ്ഥകൾ വിരോധമാകാം. പക്ഷെ തീരുമാനമെടുക്കുക, തീരുമാനമെടുക്കുക. കർത്താവിന്റെ വചനത്തിന് സ്റ്റെപ്പ് വെക്കുക.
നിങ്ങളുടെ ശൂന്യമായ പടകിനെ എൻ്റെ കർത്താവ് നിറയ്ക്കും. ശൂന്യമായ അവസ്ഥകളെ എൻ്റെ കർത്താവ് മാറ്റും. ശൂന്യമായ സാഹചര്യത്തെ എൻ്റെ കർത്താവ് മാറ്റും. നിറയുന്നൊരു തീരുമാനം, അത് വചനത്തിലെടുക്കുക, വചനത്തിൽ ഉറച്ചു നടക്കുക. ആ തീരുമാനം നിങ്ങളുടെ പടകിനെ നിറയ്ക്കുന്നതായിരിക്കും. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വന്ന ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അർത്ഥം, സക്കായി എന്നൊരു മനുഷ്യൻ കർത്താവിനെ കാണാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിച്ചു. ഒന്നും വേണ്ട കർത്താവിന്. സക്കായിക്ക് യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കാര്യം സക്കായിക്കെല്ലാം ഉണ്ട്. പക്ഷെ തനിക്കൊരു അറിവുണ്ടായി, ഒരു ബോധ്യമുണ്ടായി. എന്താണ് ബോധ്യം? യേശുവിനെ കാണാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആഗ്രഹവുമായി ഇവിടെ ഇരുന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ പറ്റില്ല. ഞാൻ ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങണം. എന്താ ചെയ്യേണ്ടത്? യേശുവിന് മുൻപായി ഞാൻ യാത്ര ചെയ്യണം. തൻ്റെ വഴി ഞാൻ കണ്ടുപിടിക്കണം. ഒരു മരത്തിൽ ഞാൻ കയറണം. ഇത്രയും ചെയ്യാൻ സക്കായി തീരുമാനിച്ചപ്പോൾ എൻ്റെ ദൈവം കുറിച്ചിട്ടു, ഈ യാത്രയിൽ അവനെ കണ്ടിട്ടേ മടങ്ങിപ്പോകുന്നുള്ളൂ. സക്കായിയുടെ ലൈഫിനെ തിരിച്ചൊരു തീരുമാനമാണത്. അത്ഭുതകരമായി തിരിവുണ്ടായ ഒരു തീരുമാനമാണ് സക്കായിയുടേത്, യേശുവിനെ കാണാൻ. സക്കായിക്ക് ഒരു കാര്യം അറിയാം, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വാഞ്ചയുണ്ട്, പക്ഷെ ആഗ്രഹമുള്ള ഞാൻ ഇവിടെ ഇരുന്ന പറ്റില്ല, ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങണം. യേശുവിനെ കാണാൻ, പ്രാർത്ഥിക്കാൻ, വചനം കേൾക്കാൻ, യേശുവിൻ്റെ അടുത്ത് പോയിരിക്കാൻ 1000 തടസ്സം കാണും കേട്ടോ. പക്ഷെ തടസ്സങ്ങളെ നിങ്ങൾ ജയിക്കാൻ തുടങ്ങുക. തടസ്സങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്യാൻ തുടങ്ങുക. നമുക്ക് ജയിക്കാൻ കഴിയാത്ത തടസ്സങ്ങളില്ല കേട്ടോ. എന്തു വില കൊടുത്തും ഞാൻ യേശുവിനെ കാണുമെന്ന് ഒരു തീരുമാനമെടുത്തതുപോലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ എനിക്ക് 1000 തടസ്സം കാണും, പക്ഷെ തടസ്സത്തെ ജയിക്കാൻ തുടങ്ങുക. തടസ്സത്തെ ജയിക്കാൻ തുടങ്ങുക. തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ തുടങ്ങുക. തടസ്സങ്ങളെ ജയിച്ചാൽ, നിങ്ങൾ കേട്ടു, നിങ്ങളുടെ അരികിൽ കർത്താവ് വരും. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് പണിയും. അത്ഭുതകരമായി നിങ്ങളുടെ ലൈഫിനകത്ത് മാന്യത കർത്താവ് തരും. സക്കായിയുടെ ലൈഫിനെ പണിതത് സക്കായി എടുത്ത വലിയ ബലമുള്ളൊരു തീരുമാനമാണ്. ഒരു സഹോദരി വീടിനകത്തിരുന്നു, ന്യായപ്രമാണം പറഞ്ഞു പുറത്തു പോകരുത്, വിലക്കാണ്, പൊതുസ്ഥലത്ത് പോകരുത്, 4 ആൾ കൂടുന്ന നാൽക്കവലയിൽ ചെല്ലരുത്. അത് ന്യായപ്രമാണത്തിന്റെ വിലക്കാണ്. കാര്യം അവർക്ക് വലിയൊരു രോഗമുണ്ട്. ആ സഹോദരി ഒരിക്കൽ തീരുമാനമെടുത്തു, തടസ്സമുണ്ട്, എൻ്റെ വിഷയം പരിഹരിക്കപ്പെടുന്ന 1000 വിഷയമുണ്ട്, ന്യായപ്രമാണത്തിന്റെ വിലക്കുണ്ട്, സമൂഹത്തിന്റെ വിലക്കുണ്ട്, പക്ഷെ എൻ്റെ വിഷയം വിടുവിക്കപ്പെടണോ? അവൻ ഇരിക്കുന്ന സ്ഥലം വരെ ഞാൻ ചെല്ലണം. ആ ഒറ്റ തീരുമാനമാണ് രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായത്. ഒരു തീരുമാനമെടുക്കുക. എന്തു വില കൊടുത്തും കർത്താവിൻ്റെ അരികിലിരിക്കും. എന്തു വില കൊടുത്തും കർത്താവിൻ്റെ കൂടെ നടക്കും. എന്തു വില കൊടുത്തും പ്രാർത്ഥന, ആരാധന, വചനം, ദൈവകൃപ, അഭിഷേകം, എന്തു വില കൊടുത്തും ആ തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കുറിച്ചിട്ടോ, ലൈഫിനകത്ത് അത്ഭുതങ്ങൾ വെളിപ്പെട്ടിരിക്കും. ലൈഫിനകത്ത് വലിയ വിടുതൽ വെളിപ്പെട്ടിരിക്കും. നിങ്ങൾ ഞെരുങ്ങുന്ന, ഭാരപ്പെടുന്ന സകല വിഷയത്തിനകത്തും അതിവിദൂരമല്ലാതെ എൻ്റെ പിതാവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. വിടുതൽ പ്രാപിക്കുന്നൊരു തീരുമാനം, അനുഗ്രഹിക്കപ്പെടുന്ന തീരുമാനം, സൗഖ്യമാകുന്ന തീരുമാനം എടുക്കാൻ ആത്മാവ് നിങ്ങളെ പ്രാപ്തരാക്കും. തീരുമാനത്തിൽ ജയിച്ചവരും ബൈബിളിലുണ്ട്, തീരുമാനത്തിൽ തോറ്റുപോയവരും ബൈബിളിനകത്തുണ്ട്. പക്ഷെ വേദപുസ്തകം അനേകരെ പറയുന്നത് അവരുടെ തീരുമാനത്തിൽ ജയിച്ചവരായതുകൊണ്ടാണ്. ജയകരമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ ആത്മാവ് പ്രാപ്തരാക്കും. തോറ്റ വിഷയത്തിൽ ജയിക്കാൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴി ഞാൻ പറഞ്ഞു തരികയാണ്. ആരാധന സംബന്ധമായും, വിശുദ്ധി സംബന്ധമായും, പ്രാർത്ഥന സംബന്ധമായും, വചന സംബന്ധമായും, ജീവിത സംബന്ധമായും ഒരു തീരുമാനം ദൈവത്തോട് എടുക്കാൻ പറ്റുമെങ്കിൽ ആ തീരുമാനം നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് ഉയർത്തുന്നതായിരിക്കും. വചനം വായിക്കുമെന്നും പ്രാർത്ഥിക്കുമെന്നും അവൻ്റെ കൂടെ നടക്കും തീരുമാനിക്കുക. ആ തീരുമാനം നിങ്ങളുടെ തകർച്ചകളെ മാറ്റുന്നതായിരിക്കും. ഒരു നല്ല തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. എല്ലാ കണ്ണുമടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ,
യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയകരമായൊരു തീരുമാനം ഞങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധ എടുക്കുക. അപ്പാ, അങ്ങയുടെ കൂടെ നടക്കുമെന്നും എന്നെ കൊന്നാലും അവനായി ജീവിക്കുമെന്നും ആരാധന സംബന്ധമായും വിശുദ്ധി സംബന്ധമായും വചന സംബന്ധമായും ഒരു തീരുമാനമെടുക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ പോകാൻ 1000 തടസ്സമുണ്ടെങ്കിലും ഞങ്ങൾ ആ തടസ്സങ്ങളെ ജയിച്ചോടുവെന്ന് തീരുമാനമെടുക്കുകയാണ്. യേശുവിനെ കാണാൻ പുരുഷാരം തടസ്സം കാണും. യേശുവിൻ്റെ അടുത്ത് ചെല്ലാൻ ന്യായപ്രമാണത്തിന് തടസ്സം കാണും, സമൂഹത്തിന് തടസ്സം കാണും. പക്ഷേ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുമെന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് എൻ്റെ സ്വർഗം അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. എൻ്റെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിനകത്ത് വലിയ വിടുതൽ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ വലിയ തീരുമാനമെടുക്കുന്ന ജനത്തിനായി സ്തോത്രം. ഈ വചനത്താൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.